ഹായ് ഗായ്സ്, ഞാനിപ്പോൾ ഒരുങ്ങിക്കെട്ടിപ്പോകുന്നത് എങ്ങോട്ടാണല്ലേ? കുറേ ദിവസമായി ഒരു ട്രിപ്പ് പോകണമെന്ന് വിചാരിക്കുന്നത്. അത് ഇന്നേക്കാവാമെന്ന് ഞാനിങ്ങ് വിചാരിച്ചു. എന്നും ജോലി മാത്രം പോരാലോ, അപ്പോൾ യാത്ര സ്റ്റാർട്ട് ചെയ്യാം. ശരിക്കും പറഞ്ഞ ട്രിപ്പൊന്നുമല്ല കേട്ടോ. എൻ്റെ ഒരു അനിയത്തി വയനാട് പഴശ്ശിരാജ കോളേജില്ലേ, അവിടെ പഠിക്കുന്നുണ്ട്. അവളിന്ന് ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അവളെ കൂട്ടാൻ വേണ്ടി പോവുക. ഗായ്സ്, ഇത് നോക്കി എന്ത് രസമല്ലേ ഈ സ്ഥലം കാണാൻ. ട്രിപ്പിലെ ഏറ്റവും ഹൈലൈറ്റ് ആണ് കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഇതെനിക്കൊരു ട്രിപ്പായി മാറി. നല്ല രസമാട്ടോ ഇതിലേ പോവാൻ. ഇവിടുന്ന് ഫോട്ടോ എടുക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. ആനയൊക്കെ ഇറങ്ങുന്നുണ്ട് എന്നാണ് പറയുന്നത് കേട്ടത്. ആണ്ട് അയാൾ നേരെ കോളേജിലേക്ക് അങ്ങ് പോയി. ഇതാ ഇവിടെ കൂട്ടാനായിട്ടോ ഇവിടെ വന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നത്. നേരത്തെ ഫോട്ടോ എടുക്കാനായില്ലല്ലോ, പിന്നെ ഇവിടെ നിന്ന് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ച്. ഫോട്ടോസ് എല്ലാം എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ലഗേജ് എല്ലാം എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു വിളിച്ചത്. അപ്പോൾ ഞങ്ങൾ പിന്നെ ഹോസ്റ്റലിലേക്കും പോയി. ഹോസ്റ്റൽ നോക്കുമ്പോൾ ഞങ്ങൾ വിചാരിച്ച പോലെ ഒന്നുമില്ല, നല്ല രസമുണ്ട് കാണാൻ. ഫ്രണ്ടിൽ ഫുള്ള് ചെടികളും കുറേ പഴങ്ങളെല്ലാം ഉണ്ടെന്ന് അവൾ പറയുന്നത്. അതൊന്നും കണ്ടിട്ടില്ല, പക്ഷെ അടിപൊളി ഹോസ്റ്റലാണ്. പിന്നെ ഞങ്ങൾ അവളെയും കൂട്ടി അവളെ ഫ്രണ്ട്സിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങളിങ്ങ് പോന്നു. എന്തായാലും ഇവിടെ വരെ വന്നല്ലേ, അപ്പോൾ ഇവിടെയുള്ള അടുത്തുള്ള ഏതെങ്കിലും സ്ഥലം കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെയുള്ള ഹോസ്റ്റലിലെ കുട്ടികളോട് ചോദിച്ചത് ഏതെങ്കിലും സ്ഥലം ഉണ്ടോയെന്ന്. എന്തോ കാപ്പിക്കൊന്നുള്ള സ്ഥലം ഞാൻ പോകാമല്ലോ എന്ന് കരുതി അത് പ്ലാൻ ചെയ്യാം. ഞങ്ങൾ മാപ്പെല്ലാം പോകാൻ വേണ്ടി നിൽക്കുക. കാപ്പിക്കൊന്ന് മേപ്പോട്ട് പോയിട്ട് ഒരു അമ്പലത്തിൻ്റെ മുന്നിലെത്തിയത്. ഇവിടെ വന്ന് നോക്കുമ്പോൾ സ്ഥലം കാണാൻ സൂപ്പർ അടിപൊളി വ്യൂ. പിന്നെ ഞങ്ങളെ മെയിൻ പരിപാടി ഫോട്ടോസും വീഡിയോസും എടുക്കുക. അതിന് ഞങ്ങൾ പിന്നെ ഇറങ്ങി. നല്ല കാലാവസ്ഥ കേട്ടോ ഇവിടെ. ഇത്രയും നേരം നല്ല ചൂടായിട്ട് പെട്ടെന്നൊരു തണുപ്പ് കിട്ടി വെക്കുമ്പോൾ നല്ല രസം, നല്ലൊരു സുഖം തന്നെ. വെറുതെ തന്നെ ഇവിടെ ഇരിക്കാൻ നല്ല രസം കേട്ടോ. കാഴ്ചയും തണുപ്പും നല്ല സുഖമുണ്ട് ഇവിടെ ഇരിക്കാൻ തന്നെ. ആടുന്ന് ഞങ്ങൾ നേരെ ഇവിടത്തേക്കാട്ടോ വന്നത്. ഇതാണ് വള്ളിയൂർക്കാവ് ക്ഷേത്രം, വയനാട്ടിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രമാണ്. അവിടെ ഒരു ഉത്സവം നടക്കുന്നുണ്ട്. എന്നാൽ പിന്നെ അതുകൊണ്ട് കാണാമെന്ന് ഞാനും വിചാരിച്ച്. ഇവിടെ ഞങ്ങൾക്കൊരു ചെറിയൊരു പണി കിട്ടിക്കിട്ടാ. അതെന്തെന്നാണ് ഞാൻ ഇപ്പം പറഞ്ഞുതരാം. ഈ റൈഡിലൊന്നും ഞാൻ കയറിയിക്കില്ല, എനിക്ക് ഭയങ്കര പേടിയാണ്, പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. പണി കിട്ടിയെന്നാണെങ്കില്ല അത് ഇവിടെ കേട്ടോ. ഞങ്ങൾക്ക് ഗൂഗിൾ പേയിലൊന്നും വർക്ക് ചെയ്യാമെന്നില്ല. ഞങ്ങൾ കുറേ സാധനങ്ങൾ കൈക്കാലൊന്നെല്ലാം വിചാരിച്ച് കുറേ വാങ്ങുകയൊക്കെ ചെയ്ത് ഫുൾ ജാമായി പോയി, ഫുൾ തിരക്കല്ലേ. ശരിക്കും പറഞ്ഞാൽ പെട്ട അവസ്ഥയായിരുന്നു. കയ്യിലാണെങ്കിൽ പൈസയും ഇല്ല, എല്ലാം അക്കൗണ്ടിലായിപ്പോയി. ഞങ്ങളാണ് വാങ്ങി കഴിക്കുകയും ചെയ്ത്. നല്ല അടിപൊളിയായിരുന്നു. കഴിച്ചതൊക്കെ അടിപൊളി സൂപ്പറായിരുന്നു. പൈസ കൊടുക്കാൻ ചെറുതായി ഒന്ന് പെട്ടുപോയി എന്നുള്ളൂ, പക്ഷെ സൂപ്പറായിരുന്നു, അത് പറയാണ്ടിരിക്കാൻ വയ്യ. അത് കഴിഞ്ഞ് ഞങ്ങൾ ചന്തയിലേക്ക് പോയി ഫുൾ പർച്ചേസിംഗ് ഒക്കെ നോക്കിയതേനു. പക്ഷെ ഒന്നും വാങ്ങാനൊന്നും പറ്റിയില്ല. പർച്ചേസിംഗ് മാത്രം നോക്കി ഇങ്ങനെ നടന്ന്. പാവം ദശു മോന് ബലൂൺ വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അവന് ഭയങ്കര ഇഷ്ടമായിക്കുന്നു ബലൂൺ കണ്ടിട്ട്. പക്ഷെ എന്താക്കാനാ വാങ്ങിക്കൊടുക്കാൻ പറ്റില്ല, പൈസ ഇല്ലാണ്ടായിപ്പോയില്ല. അന്നേരം ഒരു കാര്യം തീരുമാനിച്ചു, ഇനി പൈസ ഇല്ലാണ്ട് ഗൂഗിൾ പേ വിശ്വസിച്ച് ഒരു സ്ഥലത്തും പോകാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് പിന്നെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ഇന്നത്തെ കൊച്ചു വീഡിയോ.